ഇനിയാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള സമയമാണ്. പ്രിയ നന്ദുപുത്രനെ ദൈവം ഇതിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കർത്താവിനോട് അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവാനുഗ്രഹം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഈ സമയം ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല. കാരണം വചനം ജീവനാണ്. ഞാൻ പറഞ്ഞ വാക്കുകളാണ് ആത്മാവും ജീവനുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവൻ തന്നെയാണ് കർത്താവിൻ്റെ വചനം. ആ വചനത്തിനായിട്ട് നമുക്ക് ഹൃദയമൊരുക്കാം, നമ്മുടെ കാതുകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് നന്ദുപുത്രനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്ദുപുത്രനെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകലേശാനിൻ വത്സലസുതനെ തൃക്കൺ പാർക്കണമേ, ദൈവാത്മാവിൻ വരങ്ങളാലെ പൂരിതനാക്കണമേ. സകലേശാനിൻ വത്സലസുതനെ തൃക്കൺ പാർക്കണമേ, ദൈവാത്മാവിൻ വരങ്ങളാലെ പൂരിതനാക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. നന്ദുപുത്രൻ്റെ കുടുംബം വരാനായിട്ട് ആഗ്രഹിച്ചതാണ്. മകന് പനിയായതുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാം തിരക്കുകളും മാറ്റി, ഒരുപാട് തിരക്കുകളൊക്കെയാണ് വചനപ്രഘോഷണത്തിൽ. അപ്പോൾ എല്ലാം മാറ്റിവെച്ച് നമ്മുടെ കുടുംബ കൂട്ടായ്മയോടൊപ്പം നമ്മുടെ ഒരു അംഗത്തെ പോലെ നമ്മുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ SSCF ഡിവൈൻ മേഴ്സി കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം കൂടെയും പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ബോട്ടിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ. കർത്താവ്, ഇന്ന് വന്നത് നന്നായി എന്ന് പറയത്തക്ക വിധത്തിൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുവാൻ കർത്താവിൻ്റെ കൃപ ധാരാളമായി ഞങ്ങളിൽ ചൊരിയണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുന്നു അല്ലേ? ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കരിമീനിൻ്റെ വിശേഷം, നല്ല കരിമീനായിരുന്നു. എൻ്റെ വീട്ടിലും കൂടെ കരിമീൻ ഉണ്ടാക്കാറുണ്ട്. ചാളങ്ങനെ വറുത്ത് കരിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ വീട്ടിലത് കരിമീനായിട്ട് മാറാറുള്ളത്. ഭാര്യ ഇന്ന് വരാതിരുന്ന ഒരു കണക്കിന് നന്നായി. കാരണം ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് BP ഉള്ള ആളാണ്. BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി. അപ്പോൾ നമുക്ക് നല്ലൊരു ചിന്ത, ഞാൻ കർത്താവിനോട് ആലോചന ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തുടങ്ങി പ്രാർത്ഥിക്കുകയാണ്, എന്താണ് ഒരു നല്ല സന്ദേശം ഇവിടെ വരുന്ന ദൈവമക്കളോട് പങ്കുവെക്കുക എന്ന്. എൻ്റെ മനസ്സിൽ കർത്താവ് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തി തരുന്നുണ്ട്. എൻ്റെ മുഴുവൻ ചിത്രമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഇതിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഉറങ്ങാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാവരും സത്യസന്ധരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെല്ലാം തുറന്ന് സംസാരിക്കും. ആരും ഉറങ്ങാൻ പാടില്ല. ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കുമല്ലോ. നമ്മുടെ കർത്താവിൻ്റെ വചനപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച് അല്ലേ? ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഏതാണ് ആ കുടുംബം? ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബം അല്ലേ? ഏറ്റവും ആദ്യം തന്നെ ഒരു കുടുംബത്തെക്കുറിച്ചാണ് ബൈബിൾ പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ പിശാച് കയറി കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി. ആദ്യത്തെ കുടുംബത്തിൽ ചേട്ടൻ അനുജനെ പാടത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി കല്ലുകൊണ്ട് അവരെ തല ഇട്ടിച്ച് പൊളിച്ച് കൊന്നു. ആദ്യത്തെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി, അവരുടെ മക്കൾ തല്ലുപിടിച്ച ഒരാളെ കൊന്നു അല്ലേ? കുടുംബം എന്നുള്ളത് ഒരു തകർന്നൊരു ചിത്രമായിട്ടാണ് ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ കാണുന്നത്.
എന്നാൽ ദൈവം കുടുംബം എന്ന് പറയുന്ന ആ ചിന്ത ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് മാറ്റിയില്ല. ദൈവം മറ്റൊരു കുടുംബം ഉണ്ടാക്കി പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അവിടെ നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ മറ്റൊരു കുടുംബത്തെ കാണാം. ആരുടെയാണ്? തിരുക്കുടുംബം. യോസേഫ് പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ഉണ്ണിയുടെയും കുടുംബം, തിരുക്കുടുംബം. ആ തിരുക്കുടുംബത്തെ തകർക്കാൻ അന്നത്തെ രാജാവായ ഹെറോദോസ് പരിശ്രമിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. അവരുടെ ദാരിദ്ര്യം അവരെ വേട്ടയാടിയിരുന്നു, സാധിച്ചില്ല അല്ലേ? മറിയത്തിന് കാലിത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വന്നു, തകർന്നു പോയില്ല. അവരുടെ കുടുംബജീവിതത്തിൽ സംശയമുണ്ടായിരുന്നു, ആ കുടുംബം തകർന്നില്ല. അത് അനശ്വര കുടുംബമായിട്ട് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബം ഏത് കുടുംബം പോലെയാണ്? സത്യം പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. ആദ്യത്തെ കുടുംബം ആദത്തിൻ്റെ ഹവ്വയുടെ കുടുംബം അതുപോലെയാണോ, അതോ യേശുവിൻ്റെ കുടുംബം പോലെയോ? ആദ്യത്തെ സമ്മതിക്കില്ല നമ്മളെ. അത്ര പൊട്ടിപ്പൊളിഞ്ഞതല്ല, ഇത്രയോ അത്ര അങ്ങോട്ട് കിഴക്കോട്ട് വന്നിട്ടുമില്ല അല്ലേ? അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ അല്ലേ? അത്ര അങ്ങോട്ട് കൊള്ളില്ലാത്തതല്ല, അത്ര അങ്ങോട്ട് മെച്ചപ്പെട്ടതല്ല. തിരുക്കുടുംബത്തിന്റെ ആ ചൈതന്യത്തിലേക്കൊന്നും ഒരു പരിശ്രമം, അങ്ങോട്ടൊക്കെ കയറി വരാൻ ഒരു പരിശ്രമം. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ മനോഹരാക്കി മാറ്റുക? ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറയുന്നു അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ വിവാഹം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുമല്ലോ കേട്ടോ. എല്ലാവർക്കും പ്രയോജനപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്ന വിഷയം. പട്ടിക്ക് കൂട്, പന്നിക്ക് കൂട്, കോഴിക്ക് കൂട്, കിളിക്ക് കൂട്, മനുഷ്യന് മാത്രം വീട് അല്ലേ? അല്ലേ? നിങ്ങൾ ആരെങ്കിലും പറയോ കൊരട്ടിയിലാണ് എൻ്റെ കൂട് എന്ന് പറയാറുണ്ടോ? പത്തനംതിട്ടയിലാണ് എൻ്റെ കൂട് അല്ലേ? പറയോ? പറയത്തില്ല. നമ്മൾ കൂട് എന്ന് പറയില്ല. പിന്നെ എന്താണ് പറയുള്ളൂ? വീട് എന്ന് പറയുള്ളൂ. വീട് എന്ന വാക്കിന് ശബ്ദ താരാവലിയിൽ അർത്ഥം പറയുന്നത് വിട്ടുപോകേണ്ട ഇടം. ഇതാണ് വീട് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. വീട് എന്ന വാക്കിന്റെ അർത്ഥം വിട്ടുപോകേണ്ട ഇടം. നമ്മളെന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? 5 മണി കഴിഞ്ഞാൽ ഇതിന്നിറങ്ങി എത്തിച്ചേരേണ്ട ഇടം, അതാണ് വീട്. അല്ല അല്ല അല്ല, ഇവിടുന്ന് പോകേണ്ടി വരും. വിട്ടു പോകേണ്ട ഇടം. ഒരു ദിവസം പോകേണ്ടി വരും. എവിടേക്ക് പോകേണ്ടി വരും? അതുപോട്ടെ, സെമിത്തേരിക്ക് പോകേണ്ടി വരും. ആദ്യം എവിടേക്ക് പോകേണ്ടി വരും? സെമിത്തേരിയിലേക്ക്. സെമിറ്ററി എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങുന്ന സ്ഥലം എന്നാണ് അല്ലേ? ഞങ്ങളുടെ പള്ളിയിലുള്ള സെമിത്തേരിക്ക് കഥകുണ്ടായിരുന്നു, ഇല്ല. ആ കഥകിന്റെ ഒരു പലകയിൽ എഴുതി വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ, മറ്റേ പലകയിൽ എഴുതി വെച്ചിരിക്കുന്നു നാളെ നീ. എൻ്റെ കൂട്ടുകാരൻ ജോർജ് അത് വായിച്ചിട്ട് പറയും ഇന്നും നീ നാളെ നീ. ഞാനില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവിടേക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ ഇന്നായിരിക്കും ആ ദിവസം. എൻ്റെ വാക്ക് അങ്ങനെയൊന്നും പാഴായി പോവാറില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നാണെങ്കിലും നമുക്ക് പറയൂ പോകേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് നമ്മളെ ദൈവം ഒന്നിപ്പിച്ചിങ്ങനെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു. ആ കുടുംബം മനോഹരമായി പോകാൻ എന്താണ് ചെയ്യേണ്ടത്? പോയിന്റ് നമ്പർ 1, ഒന്നാമത്തെ ആശയം ശ്രദ്ധിക്കേണ്ടോ? ഭക്ഷണം കഴിച്ചതാണ്, ഉറങ്ങരുത്. പലർക്കും ഉറക്കം വരും, ശ്രദ്ധിച്ചിരിക്കണം. ചില ഉറങ്ങുക മാത്രമല്ല തേനും വയമ്പും അങ്ങനെ ഒഴുകാൻ സാധ്യതയുള്ളവർ പറഞ്ഞ് ഹല്ലേലൂയ. അതെ. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഒരു സത്യം നിങ്ങൾ അറിഞ്ഞോളൂ. ഇതെല്ലാം ഈ സാറ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടർ റെക്കോർഡറാണ്. ഈ ക്ലാസ് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഹല്ലേലൂയൊക്കെ കേൾക്കാനുള്ള അവസരമാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹല്ലേലൂയ പറയാതിരിക്കേണ്ട, ക്ലാസ് ഒരു ലൈവ് ആയിക്കൊള്ളട്ടെ. അപ്പോൾ കുടുംബം മനോഹരമായി പോകാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, കുടുംബം മനോഹരമായി പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോണം. കിട്ടിയ ജീവിത പങ്കാളിയെ അയാളുടെ കുറവോടുകൂടെ സ്വീകരിക്കണം. ഒന്നുകൂടെ പറയാം, കേൾക്കാൻ പറ്റണ്ടോ? കമ്പിളി പതപ്പ് കേൾക്കാൻ പറ്റില്ല ഈ വാക്ക് പറയുമ്പോൾ ചിലർക്ക്. വളരെ നന്നായിട്ട് കേൾക്കണം. എന്താണ്? കിട്ടിയ ജീവിത പങ്കാളിയെ ആളുടെ കുറവോടുകൂടെ, ആൾക്ക് എന്ത് നന്മയുണ്ടോ ആ നന്മയോടുകൂടെ, ആൾക്ക് എന്ത് കുറവുണ്ടോ ആ കുറവോടുകൂടെ ആര് സ്വീകരിക്കുന്നു അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ തോന്നും, ഏത് നേരത്താണ് മൂന്നാംകാരനെ ഈ വഴിക്ക് കണ്ടാണ്ടല്ലോ അവരെ വെടിവെച്ച് കൊല്ലണം. അല്ലെങ്കിൽ അപ്പൻ ആരെന്ത് നോക്കിയിട്ട് ഈ കല്യാണമൊക്കെ ആലോചിച്ച് എന്നൊക്കെ ഇടയ്ക്ക് തോന്നും. അവർ പറഞ്ഞ് ഹല്ലേലൂയ. അതെ. അപ്പോൾ പ്രിയപ്പെട്ടവര്, അപ്പം അങ്ങനെയൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. ഏതാണെങ്കിലും ഇത് കുഴപ്പമാവോന്ന് എനിക്ക് ക്ലാസ്സാക കുഴപ്പമാവോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിത് രസകരമായി പറയുന്നെങ്കിലും ഇതിലെ കാമ്പ് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കിട്ടിയ ആളുടെ കുറവോടുകൂടെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ കുടുംബം സമാധാനമായി. ഇത് ഫസ്റ്റ് പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
നമുക്ക് അന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കർത്താവ് യോജിപ്പിച്ചെന്ന ആ വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ കുറവോടുകൂടെ സ്വീകരിക്കണം. വിവാഹത്തിന്റെ ആദ്യ നാളുകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. എന്തപ്പോ ഓർക്കണ്ട അല്ലേ? എന്ത് മനോഹരമായിരുന്നു. ഇപ്പോഴോ ഇപ്പൊ ആ മനോഹാരിതൊക്കെ എവിടെ പോയാവോ അല്ലേ? പലപ്പോഴും അതാണ് ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന്, അങ്ങനെ പാട്ടുണ്ടല്ലോ അല്ലേ, പഴയൊരു പാട്ടുണ്ട്, ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന് ദൂരെയായി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. ഞാൻ പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വല്ല മൂളിപ്പാട്ടൊക്കെ പാടുന്നല്ലാതെ പാടാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കിട്ടിയ ജീവിത പങ്കാളിയെ അയാളുടെ കുറവോടുകൂടെ സ്വീകരിച്ചാൽ ഭാഗ്യമായി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂന്നാറിലേക്ക് ടൂർ പോയി. മൂന്നാറിലേക്ക് അന്ന് അടിമാലി എത്തിയപ്പോൾ ഛർദ്ദിച്ചു വാശക്കേടായി. ബസ് അവിടെ നിർത്തി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു സോഡ വാങ്ങി കുറച്ച് കുടിച്ചു. പിന്നെ മുഖം കഴുകിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതം ഇനി ഉണ്ടെങ്കിൽ ഈ മൂന്നാറിലേക്ക് ഞാൻ വരില്ല. ആ ദൈവം കേട്ടു തോണു. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. മനുഷ്യൻ പദ്ധതികൾ പോരട്ടെ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്ര. രാജകുമാരി എന്നാ കല്യാണം കഴിച്ചത്. രാജകുമാരി അങ്ങ് പോണം, ആ മൂന്നാറിൻ്റെ ആ ഭാഗത്തേക്ക് പോണം. ഈ എന്ത് ദൂരെയാന്നോ, 5 മണിക്കൂർ വേണം ഡേവിസേട്ട് അവിടെ വരെ യാത്ര ചെയ്തെത്തണമെങ്കിൽ. പിന്നെ ഒരു ഭാഗ്യം, നല്ല വശം കൂടി പറയണല്ലോ, തല്ലും വഴക്കുണ്ടായ പെണ്ണുമ്പിള്ള നമ്മൾ ഇട്ടിട്ട് പോകില്ലേ. പെരുമ്പാവൂരെത്തുമ്പോഴേക്കും ആലോചിക്കും, ഇനി എന്തോറ യാത്രയാണല്ലേ. കോതമംഗലം എത്തുമ്പോൾ മനസ്സിലാവും തിരിഞ്ഞു പോവാം. കാരണം അടിമാലി കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പൊ അതിനേക്കാൾ ഭേദം ഈ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാന്ന് അവർക്ക് ചിന്ത വന്ന് അവര് തിരിച്ചു വരാനാണ് സാധ്യത. 10-15 കൊല്ലമായി വിവാഹം കഴിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ അടിമാലി രാജകുമാരി ഭാഗത്തുനിന്ന് വിവാഹം കഴിച്ചു. അവളുടെ പപ്പ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് എൻ്റെ മോളെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കല്യാണം നടന്നു കിട്ടില്ല പെട്ടെന്ന്, കാരണം ഞാൻ ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള സെന്റ് മേരീസ് പള്ളിയിൽ ഒരു ധ്യാനമുണ്ടായി, പോപ്പുലർ മിഷൻ ധ്യാനം. ഇപ്പം നമ്മൾ കുർബാന കണ്ട പള്ളി പള്ളിയാണ്. അപ്പോൾ അവിടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ദിവസങ്ങളിൽ നടന്നു എന്താണ്ട് ചൊല്ലിട്ടും പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഒരു ധ്യാനം ഞങ്ങളുടെ പള്ളിയിൽ നടക്കുകയാണ്. പള്ളിയിലല്ല, അത് ഇടവക 4-5 ഡിവൈഡ് ചെയ്ത് ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്ത് നടക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടുമുറ്റത്ത് ആ ധ്യാനം നടന്നപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചത് എന്താണ് പറയുന്നത്. നല്ല പ്രസംഗങ്ങൾ, നല്ല പാട്ടുകൾ. നിങ്ങളുടെ പാട്ട് നല്ല സൂപ്പറുണ്ടോ? എവിടെ നന്നായിരിക്കുന്നു, പാട്ട് നന്നായിരിക്കുന്നു. അപ്പോൾ പള്ളിയിൽ പാടുന്നുണ്ട് ഇവര് അല്ലേ, പള്ളിയിൽ ഒരുമിച്ച് പാടുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ പാടുപെടാണ്, ഞങ്ങൾക്ക് പാട്ട് പാടാൻ അറിയില്ല. ഏതായാലും ആ പ്രസംഗം നന്നായിട്ട് കേട്ടു. വീട്ടിലിരുന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ അച്ഛൻ, പള്ളിയിലെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞു, നന്ദു അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തല്ല, യേശു എല്ലാവരുടേതുമാണ്, നീ പോയിരുന്ന് കേട്ടോടാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്. അങ്ങനെ അവിടേക്ക് ഓടിപ്പോ അച്ഛൻ പറഞ്ഞു, നോട്ട് ബുക്കും പേരെയും കൊണ്ടോടാ, കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ എഴുതിയെടുക്കാൻ പറഞ്ഞു. എൻ്റെ അച്ഛനാ പഠിപ്പിച്ച്. ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ നോട്ട് ബുക്കും പേരെയും കൊണ്ടുവന്നു. നിങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളെല്ലാം പഠിച്ച ആൾക്കാർക്ക് ചുമ്മാ ഞങ്ങളെ പോലുള്ള വരുത്തന്മാർ മാത്രം കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നണ്ടോ ബ്രദർ കുത്തുണ്ടോ എന്നിങ്ങനെ തോന്നണ്ടോ? അങ്ങനെ നോട്ട്ബുക്കും പേനയായിട്ട് പോയി അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചു. പിന്നെയും ധ്യാനം കൂടി, അങ്ങനെ ഇങ്ങനെയായി. അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കേൾക്കൂ. ബാക്കി പറഞ്ഞേ, കേട്ടുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഓൺ ഗോയിങ് പ്രോസസ്. എന്ത്? ദൈവത്തിന്റെ വചനം തുടർച്ചയായിട്ട് കേട്ടാൽ മതി. അപ്പോഴാണ് നമ്മളിൽ വ്യത്യാസം ഉണ്ടാവുക, അല്ലാതെ നമ്മളിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഏതാണെങ്കിലും പുള്ളിക്കാരുടെ പപ്പ എനിക്ക് വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് ഞാൻ വിവാഹം കഴിച്ച്. ഞാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് എങ്ങനെ തോന്നി അവരുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവ് തന്നെ അവർക്ക് തോന്നിച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നും അലഞ്ഞ് നടക്കണ ആത്മാവായാനെ. എന്താണെങ്കിലും വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. നീ വിഷയം പറയാനുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു കുട്ടിക്ക് പനി വന്നിട്ടോ. ചിന്തിക്കുന്നവരാ ചിരിക്കണം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പുള്ളിക്കാരി വന്നതൊക്കെ പറയാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, അവൾ എന്നോട് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ തിരുത്തും. ഞാനിങ്ങനെ വളരെ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങളുടെ വിചാരം ചിലർ പറയും ഭാര്യയ്ക്ക് ബുദ്ധിയില്ല എന്ന്. ആര് പറയുന്നു? നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു, പക്ഷേ ഭാര്യയോട് പറഞ്ഞു നോക്കി, നമ്മൾ കാണാത്ത വശങ്ങൾ സ്ത്രീകൾ പറയും. കാര്യമായിട്ട് പറഞ്ഞു, നമ്മൾക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട മാർഗങ്ങൾ സ്ത്രീകൾ പറയും. പല പുരുഷന്മാരും പറയില്ല സ്ത്രീകളോട്, അതുകൊണ്ട് പല ആൻസറും കിട്ടുന്നില്ല. ഒരു വാക്കങ്ങോട്ട് കൊടുത്തു നോക്കിയാൽ സ്ത്രീക്ക് ഒരു സെന്റൻസ് ആയിട്ട് ഇങ്ങോട്ട് തരും. ഒരു സെന്റൻസ് കൊടുത്തു നോക്കിയാൽ ഒരു പുസ്തകമായിട്ട് ഇങ്ങോട്ട് തരും. ഒരു പുരുഷ ബീജം കൊടുത്തു നോക്കിയാൽ ഒരു കുട്ടീനെ ഇങ്ങോട്ട് തരും.
ആണ് അല്ലെങ്കിൽ അല്ലാന്ന് പറ. ഇതൊന്നും വേണ്ടാത്തത് അല്ലേ? സത്യല്ലേ? ദൈവത്തിന്റെ ഏറ്റവും അത്ഭുത സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സത്യം. റേഷൻ കാർഡിൽ ആദ്യത്തെ പേര് അവരുടെ. എല്ലായിടത്തും സംവരണം നിങ്ങൾക്കാണ്. 13 സെക്കൻഡിനേക്കാൾ കൂടുതൽ സാറേ നമ്മളാരെങ്കിലും നോക്കിയാൽ സംഗതി പോക്കാം. അതെ അതെ അതെ, ഞാൻ ആ വാക്ക് പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിനിമ നടന്മാരുടെ കാര്യങ്ങളൊക്കെ പത്രത്തിൽ വായിക്കണല്ലേ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് സന്തോഷകരമായ കുടുംബജീവിതം ആരംഭിച്ചു. അപ്പം രാവിലെ എൻ്റെ വീട്ടിൽ ഒരു ചിട്ടയുണ്ട്. 4 മണി 5 മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കണം. എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണി. മൂത്രമൊഴിച്ച് പിന്നെ കിടന്ന് കിടക്കോ? ഇല്ല, 5 മണിക്ക്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്ര രാവിലെ എഴുന്നേൽക്കില്ല അല്ലേ? പണ്ടത്തെ കുട്ടികളൊക്കെയാണ്. ഇപ്പൊ നീ എടുക്കൻ അല്ലേ? പക്ഷോണോ 6 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കില്ല. നല്ല പള്ളിയിലൊക്കെ പോകും അല്ലേ? വെരി ഗുഡ്. അങ്ങനെ രാവിലെ 5:30 ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അമ്പലമുണ്ട്. അമ്പലത്തിൽ കഥന എന്ന് പറഞ്ഞു പോകും. സോറി, ഒരാൾ ഉറങ്ങണ്ടായിരുന്നു, ആൾ എഴുന്നേറ്റ്. ഇനി അടുത്ത കാലത്ത് ആൾ ഉറങ്ങാൻ വഴിയില്ല. ഞാൻ കണ്ടായിരുന്നു ആൾ ഉറങ്ങുന്നത്. അപ്പൊ എന്താണെങ്കിലും കഥന പൊട്ടും. അങ്ങനെ കഥന പൊട്ടി ഞാൻ എൻ്റെ ഭാര്യയെ നോക്കി, എന്തൊരു ഉറക്കാന്നോ. വയനാട് ചുരം ലോറി കയറുന്ന പോലെ. എനിക്ക് കൊതിയായി അവളുടെ ഉറക്കം കണ്ട്. ഞാൻ വിളിച്ചില്ല. രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടി, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ കുഞ്ഞാടിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലായി. എൻ്റെ അമ്മ അത്യാവശ്യം അടുക്കളപ്പണി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ പോയി 2 ചായ എടുത്തു. കടുപ്പം കുറവിൽ അല്പം മധുരട്ട് ഒരു ട്രെയിൽ വെച്ച് ചായ 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 എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ വന്നപ്പോൾ ഭാര്യ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, മധുരട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം കട്ട പോകുകയെന്ന് മനസ്സിലായി. പക്ഷേ 6:30 കുർബാനയ്ക്ക് പോകണം. 5 മിനിറ്റ് മതി പള്ളിയിലേക്ക്. 6:15 ആ പുള്ളിക്കാരി എഴുന്നേറ്റു. 5 മിനിറ്റ് കൊണ്ട് റെഡി. എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പല്ല് തേച്ചോ കക്കൂസി പോയി. റെക്കോർഡിംഗ് അല്ലേ ഇത്? നിങ്ങൾ മാത്രം കേട്ടാൽ മതി, എൻ്റെ പെണ്ണുപിള്ളിക്കൊന്നും അയച്ചു കൊടുക്കണ്ട. എത്ര പെട്ടെന്ന് റെഡിയായി, കുർബാനയ്ക്ക് പോയി വന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ ജീവി രാവിലെ എഴുന്നേൽക്കില്ല എന്ന് തോന്നുന്നു. കുറ്റം പറയാൻ പറ്റുമോ? രാവിലെ ഞാൻ പിന്നെ അടുക്കളയിൽ കയറിയില്ല. ഞാൻ അവിടെയുള്ള തെങ്ങിൻ പറമ്പിൽ നാളികേരുണ്ടോന്ന് നോക്കാൻ പോയി. നാളികേരൊക്കെ ഉണ്ടോ നോക്കി 3-4 കിട്ടി. അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ പുട്ടും കടലക്കറി ഉണ്ടാക്കുന്നു. അത്യാവശ്യം പണി അറിയാം. പക്ഷെ പുട്ടിന് ആവി വന്നു ഞാൻ നോക്കിയതാ, പുട്ടുകുറ്റിയുടെ മുകളിലൂടെ തീയും പുകയും കയറി. അങ്ങനത്തെ പുട്ട് ആദ്യമായിട്ടാണ് ഞാൻ തിന്നാൻ പോണേ. നിങ്ങൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവളെ വിളിച്ചു. അവൾ ഓടി വന്നു. പുട്ടുകുറ്റിയുടെ മുകളിലൂടെ തീ വരുന്നു കണ്ടിട്ട് അവൾ ആ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാണ്ട് ബെഡ്റൂമിലേക്ക് ഓടി. ഗ്യാസ് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ട് പുട്ടുകൂടെ എടുത്തിട്ട് കിട്ടണില്ല. ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് പുട്ടുകൂടം വലിച്ചു പറിച്ചെടുത്ത് ആ വിറക് പെരയിൽ കൊണ്ടിട്ടു. പുട്ടുകൂടത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ മൂട് മുഴുവൻ കത്തി ആ മിസൈലിൻ്റെ ഉള്ളിൽ കൂടെ തീയും പുകയും വന്നുകൊണ്ടിരിക്കുക. ഞാൻ ബെഡ്റൂമിൻ്റെ അവിടെ വന്നപ്പോൾ അവൾ ആരോടോ സംസാരിക്കുന്നു ഫോണിൽ. ഞാൻ ചെവിട്ടോർത്തപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, പപ്പ പുട്ടുകുറ്റി കത്തിപ്പോയി, അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പുട്ടുകുറ്റി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ അപ്പൻ്റെ പുട്ടുകുറ്റി കിട്ടിയിരുന്നു ഇവിടെ ജീവിക്കാൻ മനുഷ്യന്. ഞാൻ കഥകിൽ ശക്തമായി തട്ടി. അവൾ കഥക് തുറന്നു. ആലിലെ പോലെ വിറക്കുകയാണ്. ഞാൻ ചോദിച്ചു അവളോട്, നീ പുട്ടുകൂടത്തിൽ വെള്ളം ഒഴിച്ചായിരുന്നു? പിന്നെ പുട്ടുകൂട എങ്ങനെ കത്തി? നീ അറിഞ്ഞോളൂ. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട് പുട്ടുകൂട ഞാൻ മേടിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കിയാൽ സാരില്ല, ഹോട്ടലിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അപ്പവും കറി മേടിച്ചുകൊണ്ട് വരാം. വിഷമിക്കണ്ട കേട്ടോ. സാരില്ല, നീ വിഷമിക്കണ്ട. അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലാവുണ്ടോ? ഇത് വല്ല പൂച്ചക്കുട്ടി പട്ടിക്കുട്ടിയാണോ സഞ്ചിയിൽ കെട്ടിക്കൊണ്ട് കളയാൻ? കുറവോടുകൂടെ ആളുകളെ സ്വീകരിക്കാതെ രക്ഷയില്ല. കുറവോടുകൂടെ സ്വീകരിക്കണമെങ്കിലോ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിലാണ് നമ്മുടെ മനസ്സ് വിശാലമാകുള്ളൂ. അപ്പോഴാണ് കുറവോടുകൂടെ മനുഷ്യനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിപ്പൊളിയും. അങ്ങനെ കുറവോടുകൂടെ മനുഷ്യനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഹൃദയം വിശാലമാകാൻ കർത്താവ് നമ്മെ സഹായിക്കും. പക്ഷെ വേറൊരു ഗുണം പറയട്ടെ, മറുസൈഡ്, ഒരൊറ്റ സീരിയലും എൻ്റെ വീട്ടിൽ വയ്ക്കില്ല. സീരിയൽ വിമുക്ത ഭവനം.
സീരിയൽ കണ്ടിട്ട് ഭർത്താവിൻ്റെ തല അടിച്ച് പൊളിച്ച ഒരു സ്ത്രീയുണ്ട്, തമിഴ്നാട്ടുകാരി. എൻ്റെ മാനസപുത്രി എന്ന സീരിയലായിരുന്നു അത്. നിങ്ങളുടെ വീട്ടിൽ സീരിയൽ വെക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോടുള്ള അറിയിപ്പ്, വല്ല ഹെൽമെറ്റ് വെച്ചൊക്കെ കിടക്കുക. എപ്പോഴാ കീറുകൊള്ളണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പലതരം ലഹരികളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ സമയം പിടിച്ചു. എന്തോരു കാലങ്ങളെടുത്ത് ദൈവം എന്നെ സഹായിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെയും എനിക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ. നമ്മുടെ കുടുംബം കെട്ടുറപ്പോട് കൂടെ നിൽക്കണമെങ്കിൽ എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും വർത്താനം പറയണം. ചില ഭർത്താവ് അവാർഡ് സിനിമയിലെ നായകനെ പോലെയാണ്. ഓരമ്മോരളല് മാത്രമേ അയാൾ മിണ്ടില്ല. അച്ഛമ്മയുടെ അർത്ഥം മനസ്സിലായില്ലേ? വർത്താനം പറയണം. പുരുഷന്മാർക്ക് സംസാരിക്കാൻ കഴിവില്ലേ? മിണ്ടാമടന്ന് കേട്ടിട്ടുണ്ടോ? ക്ലോയിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് മിണ്ടൂല്ല, ആക്ഷൻ സോങ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പുരുഷന്മാരൊരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീയുടെ പ്രകൃതം, സ്ത്രീ നെക്ക് ഡൗൺ എന്നാണ് പറയാ. കഴുത്തിനേക്ക് താഴേക്കാണ് സ്ത്രീ. അവൾ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവളാണ്. അവൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. പറഞ്ഞ കാര്യം വീണ്ടും സ്ത്രീകൾ പറയും. നിസാരപ്പെട്ട കാര്യങ്ങൾ പറയും. എൻ്റെ ഭാര്യ ഒരു ദിവസം പറയാണ്, ചേട്ടായി രാജി പ്രസവിച്ചു, കോഴി കൊത്തിറങ്ങി. രാജി പ്രസവിച്ചു, കോഴി കൊത്തിറങ്ങി. എനിക്ക് മനസ്സിലായി, രണ്ട് വിഷയമാണത്. നമ്മൾ ഒരെണ്ണം കൂട്ടിക്കിട്ടാ. രാജി അവളുടെ കൂട്ടുകാരി പ്രസവിച്ചു, കോഴി മുട്ട അടവെച്ചത്, കോഴി വിരിഞ്ഞ് ഇറങ്ങി എന്നാണ് ഈ പറയണേ. ഒരു വിഷയം മറ്റൊരു വിഷയമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ പറയുമ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഭർത്താവ് തിയറി അപ്ലൈ ചെയ്യണം. തിയറി അപ്ലൈ ചെയ്യണ ഭർത്താക്കന്മാരെ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ലോട്ടറി അടിച്ചത്. ലോട്ടറി നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ, ഞാൻ പറയണില്ല. അതുകൊണ്ട് പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, ആര് പറയണം, കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കണം. നീ എന്താ നേരത്തെ പറഞ്ഞ കേട്ടില്ലല്ലോ? ചില ന്യൂസ് പേപ്പർ നോക്കിയിട്ടാണ് പറഞ്ഞാ. നിങ്ങൾക്ക് എന്റെ മുഖത്തേക്ക് നോക്കിക്കൂടെ? അല്ലെ ചിലര് ഫോൺ എടുത്തിട്ട് പറഞ്ഞോ, നീ തോണ്ടി തോണ്ടി ഞാൻ തളർന്നു, ചൂണ്ട് വിരൽ തേഞ്ഞു മാഞ്ഞു, നാലും വിടില്ല. പ്രിയപ്പെട്ടവരെ, സംസാരിക്കാത്ത വീടുകൾ കൊള്ളില്ല. വിദേശത്ത് പോയ ഭർത്താവ്, സോറി നിങ്ങളെല്ലാവരും വിദേശത്തായിരുന്നു, എന്നെ ക്ഷമിക്കണം. ഭാര്യ നാട്ടില, ഭാര്യയെ വിളിക്കാണ്. ഹലോ സൂസൻ അല്ലേ? സൂസൻ, അതെ. കറണ്ട് ബില്ല് അടച്ചോ? ഫോണിന്റെയോ? ഫോണിന്റെ അടച്ചു. വെള്ളത്തിന്റെയോ? എല്ലാം അടച്ചു. അപ്പനമ്മയ്ക്ക് സുഖല്ലേ? സുഖാണ്. നിനക്കോ? എനിക്കും പിള്ളേർക്കും സുഖ. വെച്ചോട്ടെ? വെച്ചോ. ഇയാളുടെ പേരാണ് കാട്ടുമാക്കാൻ. വേറെ വല്ല പേരുണ്ടെങ്കിൽ വിളിച്ചോ നിങ്ങൾ. ബില്ലടച്ചോ? ഇതൊക്കെ ചോദിക്കാനും വിളിക്കുന്നേ. ഒരു ഹൃദയമില്ലാത്തവണ്ണം സംസാരിക്കുന്നു. കുഴപ്പമാവട്ടെ. വിസിറ്റ് ക്ലാസ് ഏറെക്കുറെ അല്ലേ? അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കാൻ യാതൊരു വഴിയുമില്ല. ഞാൻ തന്നെ എനിക്കുള്ള ആകാശ കൊടാലി ഉണ്ടാക്കാണ്. ചില ഭർത്താക്കുണ്ട് വിദേശത്ത് വിളിക്കുന്നത്. ഹലോ സൂസൻ, ഞാനാ ചേട്ടായി. ഭാര്യ, അമ്മ എവിടെയുണ്ട്? നീ ഇത് മാറിയുന്ന ഇങ്ങോട്ട്. അയാളെ ഉമ്മ വെച്ച് തോറ്റു. അവസാനം ഭർത്താവ് പറഞ്ഞു, എടി നിന്റെ ഒരു ഫോട്ടോ അയച്ചതാടി. ആദ്യത്തെ ഫോട്ടോ ഉമ്മ വെച്ച് കീറിപ്പോയി. സത്യത്തിൽ അയാൾ നുണ പറഞ്ഞ ഫോട്ടോ കണ്ട് കാണാണ്ട് പോയതാ. എന്നാലും ഭാര്യ ദൂരെ ഇരുന്ന് ചിന്തിക്കുക, ഇതൊരു സ്നേഹം എൻ്റെ ഭർത്താവിനോട്. സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിക്കാൻ ചില പുരുഷന്മാർക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. അവര് അടുക്കളയിലെ സാധനങ്ങൾക്ക് പൈസ കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ എല്ലാം മേടിച്ചു കൊടുക്കും. പക്ഷെ അതല്ല സ്നേഹിക്കുന്നു പറഞ്ഞു. സ്നേഹം മറ്റൊന്നാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരമില്ലാത്ത കുടുംബം. പരക്കലച്ചൻ പറയും, നിങ്ങളുടെ വീട്ടിൽ സംസാരമില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, അടുത്ത വീട്ടുകാർ പറയും. എന്ത് പറയുന്ന അറിയുമോ? എത്ര മാതൃകാ കുടുംബമാണ്. എന്ത് സൈലൻസ് അവിടെ എവിടെ എഴുതി വെക്കണം. ഭക്ഷണം കഴിച്ചോ? ഒരു കടലാസിൽ എഴുതി വെച്ചേക്കാം ഭാര്യ. ഭർത്താവ് വേറെ കടലാസിൽ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ കഴിച്ചോളാം. പിന്നെ അവിടെ ഒച്ചപ്പാടുണ്ടാവും. അല്പം ഒച്ചപ്പാടുണ്ടാവുന്നത് നല്ലത്. ഇത്തിരി ശബ്ദമൊക്കെ ഉണ്ടാവണം. ഇത് ദമ്പതിമാരുടെ ഇടയിലുള്ള മൗനം അപകടമാണ്. ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. അറിയില്ല. ദമ്പതിമാരുടെ ഇടയിലെ മൗനം അപകടമാണ്. ഒന്ന് പറഞ്ഞു നോക്കി. ദമ്പതിമാരുടെ ഇടയിലുള്ള മൗനം അപകടമാണ്. അത് തന്നെ ഒരു മൗനത്തിലാണ് പറയുന്നത്. ദേശത്തിന് മാത്രം അക്ഷയുള്ളൂ. അപ്പൊ മൗനം അപകടമാണ്. അതെ, വർത്താനം പറയണം. വർത്താനം പറയണം. അത്
നല്ലതാണ്. വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ വളരെ ഗുണം ചെയ്യുന്നതാണ്. എത്രയോ സ്ത്രീകൾക്കാണ് ഡിപ്രഷൻ ഉണ്ടാവണേ, അവർക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. കരിസ്മാറ്റിക് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഒരു പ്രത്യേക കാര്യം, അമ്മമാരും പിന്നെ ചില സഹോദരിമാരൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലേ, പ്രത്യേകിച്ച് വെറുതെ കസേരയിൽ ഇരുന്നാൽ മതി. എന്താ പറയാനല്ലേ, മൂക്കളാ തുപ്പലം കുറച്ചൊക്കെ വരുന്നുള്ളൂ. ഈ ദൂരം പറയുന്നവര് പറഞ്ഞ് അവസാനം പോട്ടെ, നമ്മളൊന്നും പറഞ്ഞില്ല, ആകെ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ മാത്രം കേട്ടുള്ളൂ. സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ, ബ്ലോട്ടിംഗ് പേപ്പർ മഷി വലിച്ചെടുക്കുന്ന പോലെ, സാക്രിഫിഷ് അഴുക്ക് സക്ക് ചെയ്തെടുക്കുന്ന പോലെ പുള്ളിക്കാരി പറഞ്ഞ് മുഴുവൻ ഒപ്പിയെടുത്തു. ആൾക്ക് ആശ്വാസമായിട്ട് പോയി. ഇത് ഞാനല്ല ചെയ്യണ്ടേ, പിന്നെ ആരാ ചെയ്യണ്ടേ? ഉണ്ടല്ലേ, അത് തന്നെ ഭർത്താവ്. ആള് ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. ഇത് ദമ്പതിമാരുടെ ഇടയിൽ വളരെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ മുൻവശത്തെ കസേരയിൽ ഇങ്ങനെ ഇരിക്കും, അമ്മ ഈ കാൽച്ചുവട്ടിൽ വന്നിരിക്കുന്നതാണ്. അച്ഛൻ പഴയ പട്ടാളക്കാരനാണ്, പട്ടാളത്തിലെ കാര്യം പറയാം. അന്ന് ഇന്ത്യയുടെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അച്ഛൻ ഓരോ തള്ളുകളൊന്നും കാണാം. അപ്പൊ അമ്മ കടല മേടിച്ചിട്ടുണ്ട്, കടല. അപ്പൊ അമ്മ അടുക്കളയിലെ വിശേഷം പറയുമ്പോൾ അച്ഛൻ അതിർത്തിയിലെ കാര്യം പറയണേ. അന്ന് എനിക്ക് മനസ്സിലായേ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംസാരം രണ്ട് തരമാണെന്ന് മനസ്സിലാവണേ. സ്ത്രീകൾ അടുക്കളയിലെ കാര്യം പറയുന്നു, അവളുടെ സാരിയുടെ കാര്യം പറയുന്നു, ആഭരണങ്ങളുടെ കാര്യം പറയുന്നു, തക്കാളി ചെടിയുടെ കാര്യം പറയുന്നു. പുരുഷനോ പറ, ഇന്റർനാഷണൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് രണ്ടും ചേരൂല്ല. അവ സ്ത്രീ എപ്പോഴും മനസ്സിലാക്കണം, പുള്ളിക്കാരൻ എപ്പോഴും ഇന്റർനാഷണൽ കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഭർത്താവ് മനസ്സിലാക്കണം, പുള്ളിക്കാരി എപ്പോഴും പറ അടുക്കളയിലെ കാര്യം, സാരിയുടെ കാര്യം, ഓർണമെന്റ്സിന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാം. ഇത് രണ്ടാളും മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കിയാൽ തന്നെ കുടുംബം എത്ര സമാധാനത്തിൽ പോകുന്നു പറയുമ്പോൾ. അപ്പൊ ദമ്പതിമാരുടെ ഇടയിലെ മൗനം അപകടമാവും. അപ്പൊ ഇന്ന് നമ്മളിവിടെ കൂടിയതിന്റെ വെളിച്ചത്തിൽ ഒന്ന് സംസാരം അങ്ങോട്ട് തുടങ്ങാം. സമയം ഉണ്ടാവോ അതിന്? വർത്താനം പറയാൻ സമയമുണ്ടോ? സമയം കണ്ടെത്തിയത് നല്ലതായിരിക്കും കേട്ടോ, നല്ല കാര്യമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം 3 പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. 3 പ്രാവശ്യം ഞാൻ സംസാരിച്ചു. വീട്ടിലെ വിശേഷം എന്താണ്, കുഞ്ഞിൻ്റെ കാര്യം എന്താണ്, മോൾ എന്തെടുക്കുന്നു, മോൻ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു, ഇന്ന് വൈകിട്ടൊരു കല്യാണമുണ്ട്, ആ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ നീ വരോ, നീ എങ്ങനെയാണ് വരേണ്ടത്, എന്തിനാ സംസാരിക്കണേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാ. സംസാരിക്കുമ്പോൾ ആളെന്ത് മനസ്സിലാക്കും, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കരുതുന്നുണ്ട്, അല്ലെങ്കിലും കരുതുന്നുണ്ട്, പക്ഷെ അത് അവളെ ഫീൽ ചെയ്യിക്കണം. ബ്രദറെ, ഞാൻ ആർക്ക് വേണ്ടിയിട്ട് പരിഭൂമിച്ചെന്ത് കഷ്ടപ്പെട്ടെ, അവൾക്ക് കുടുംബത്തിന് വേണ്ടിയല്ലേ, ബ്രദറെ. പക്ഷെ പ്രകടിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നീ ഇത് കൊണ്ട് പുഴുങ്ങി തിരട്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രകടിപ്പിക്കാതെ വെച്ചിരിക്കുന്ന സ്നേഹം കൊണ്ടെന്ത് കാര്യം? കുഞ്ഞുങ്ങളെ നോക്കി ചിരിക്കണം അല്ലേ? കുട്ടികളെയൊക്കെ നോക്കി ചിരിക്കണം. ഇവിടെ എന്തോരം കുഞ്ഞുങ്ങളാണോ? അതെ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ചിരിക്കാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങളോടൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ പറ്റണം. ചിലപ്പോൾ പേരക്കുട്ടികളായിരിക്കാം, ആരെങ്കിലും ആവട്ടെ, ആർക്കും സമയമില്ല. ഇപ്പം എൻ്റെ മോളുടെ പേര് അയറിൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സമാധാനം എന്ന അർത്ഥം ആ വാക്കിന്, അതുകൊണ്ടാണ് പേരിട്ടെ. 2ാമത്തെ ആളുടെ പേര് ഇമ്മാനുവൽ. രാവിലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, നീ വിളിക്കണ്ട പിള്ളേരെ, കാരണം നിനക്ക് അടുക്കളയിലൊക്കെ ഇപ്പം പണിയുണ്ടേ. മുമ്പുണ്ടായിരുന്നില്ല പണി, എല്ലാം എനിക്കായിരുന്നു പണി. നിങ്ങളിഞ്ഞി പുട്ടുകൂടത്തിൻ്റെ കാര്യം ചോദിക്കരുത് കേട്ടോ. കാണുമ്പോ ബ്രദർ ഇതാണോ പുട്ടുകൂടത്തിൻ്റെ ആളെന്നൊന്നും ചോദിക്കരുത്, അറിയാണ്ട് പോലും ചോദിക്കരുത്. എനിക്ക് അവളെ പേടി ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ എത്ര ദിവസം പുറത്ത് കിടക്കുമെന്ന് വിചാരിച്ചിട്ട്. ശരി, മുന്നോട്ട് പോവാം. അപ്പോ എന്താ പറഞ്ഞു വന്നേ? മോൻ്റെ കാര്യം അല്ലേ, മോനും മോളും. അപ്പൊ അവളോട് ഞാൻ പറയാറുണ്ട്, നീ എല്ലാ ദിവസവും കുട്ടികൾ ബെഡ്റൂമിൽ നിന്ന് കരഞ്ഞിട്ടാ വരാൻ മൈക്കിളേട്ടാ, കരഞ്ഞിട്ടാ വരാ. ഞാൻ ചോദിച്ചു, എന്ത് ഈ കരഞ്ഞിട്ട് വരണേ? ഞാൻ നോക്കുമ്പോൾ അവള് പിള്ളേരെ വിളിക്കുന്നത് എങ്ങനെയാന്നോ, ലൈറ്റ് ഓൺ ചെയ്യും, ഫാൻ ഓഫ് ചെയ്യും, എന്നിട്ട് പുതപ്പിന്റെ ഒരു സൈഡിൽ പിടിച്ച് ഒറ്റ വലിയ പിള്ളേര് 2 കാറി കൂവി കരഞ്ഞിട്ട് എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളെ വിളിക്കരുത്, നിങ്ങൾ വിളിച്ചോന്നോ? ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാന്ന് വിളിക്കുക? ഞാനാണ് എല്ലാ ദിവസവും വിളിക്കുക. ഇന്നിപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. 4:45 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നില്ലേ. ഞാൻ 2ആളുടെയും നടുക്ക് പോയി കിടക്കും. എന്നിട്ട് അയറിനോട് പറയും, അയറിൻ അച്ഛൻ്റെ സുന്ദരി മോളാണ്, അച്ഛൻ്റെ മുത്താണ്, ഉണ്ണിക്കുട്ട അച്ഛൻ്റെ മുത്തേ,
മൊട്ടത്തലയ, മാങ്ങാണ്ടി, മാക്കാച്ചി, എഴുന്നേൽക്കണ്ട നീ. രണ്ടാളെ ഇക്കിളി കൂട്ടും, രണ്ടാൾ ചാടി എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ വന്നാ താഴേക്ക് ഞാൻ കൊണ്ടുപോകാം. ഒരാളെന്റെ പുറത്ത് കയറിയിരിക്കും, ഒരാളെ നെഞ്ചത്ത് തൂങ്ങിക്കിടും. 9ാം ക്ലാസ്സുകാരനെ എടുത്തപ്പോൾ മൂല്യമൊന്നും. എന്നാലും ഒരു കണക്കിന് 2 കൊണ്ട് ഞാൻ താഴെ കൊണ്ട് സെറ്റിയിൽ അങ്ങോട്ട് കൊണ്ടിടും. അപ്പം പിന്നെ അവർ ടോയ്ലറ്റിലേക്കൊക്കെ പോകോളും. പിന്നെ കരച്ചിലില്ല. ഇത്തിരി കൂടി സൗമ്യമായിട്ട് പെരുമാറിയുടെ കുട്ടികളോട്. ഓയ് എല്ലാവരില്ലേ ഇവിടെ? നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയറിയാം നിങ്ങൾ പെരുമാറിയത്. നിങ്ങൾ ചിന്തിക്കണം, കണ്ണിലേക്ക് നോക്കിയറിയാം ആ സൗമ്യമായിട്ട് പെരുമാറിയതിന്റെ. പെൺകുട്ടികൾ എന്ത് പറയണം? മോളേന്ന് വിളിക്കണം. അമ്മയുടെ മോളാണ്. ചെല്ലു മോളേന്ന് പറയും. അതിന്റെ മുമ്പിൽ വേറെ 2 വാക്കുണ്ടാവും. ഇവിടെ പറയാൻ പറ്റാത്ത വാക്കാണത്. പ്രിയപ്പെട്ടവരെ, നല്ല വാക്കുകൾ കുട്ടികളോട് പറയണം. എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിലും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എല്ലാ ദിവസവും പറയുന്ന വാക്ക് എന്താണോ? നന്ദു മിടുക്കനാണ്, നന്നായി വരും എന്നും പറയും. മിടുക്കനാണ്, നന്നായി വരും. 1000കണക്കിന് പ്രാവശ്യം ആ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നന്ദു മിടുക്കനാണ്, നന്നായി വരും. ഞാനത്ര മിടുക്കനല്ലാതെ എനിക്കറിയായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മിടുക്കനാണ്, നന്നായി വരും. നിങ്ങളൊന്ന് പറഞ്ഞ എന്നെ നോക്കി. മുതുക്കനാണെന്നല്ല കേട്ടോ, നന്നായി വരും കേട്ടോ. നല്ല വാക്കുകൾ. പ്രായമുള്ള അപ്പച്ചമാരൊക്കെ ഉള്ള വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ അവരുടെ കൈയെടുത്ത് എൻ്റെ തലയിൽ വയ്ക്കും. ഒന്ന് ബ്ലെസ് ചെയ്ത് അവനെ നന്നായി വരും. നല്ല വാക്കുകൾ. നേരത്തെ ഡേവിസേട്ടനല്ലേ പറഞ്ഞേ, ഒരു സമ്മാനം കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നല്ല വാക്ക് പറയുന്നത്, അല്ലേ? ദാനത്തേക്കാൾ വിശിഷ്ടമാണ് നല്ല വാക്ക് എന്ന പ്രഭാഷകന്റെ പുസ്തകത്തിലെ വാക്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കണം. മറ്റൊരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നതല്ലാണ്. എന്താണോ? ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? കാലത്ത് വേണ്ട, പറ്റിയെന്ന് വരില്ല. ഉച്ചയ്ക്കും പറ്റിയെന്ന് വരില്ല. വൈകിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ, ഇപ്പൊ ജോലി സ്ഥലത്ത് വിദേശത്ത് അവിടെ ഇവിടേക്ക് ആണെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ നാട്ടിലുള്ളപ്പോൾ ഒരു നേരെങ്കിലും ഒരുമിച്ച് കഴിച്ചുകൂടെ? ഓയ് എല്ലാവരില്ലേ ഇവിടെ? ചില പുരുഷന്മാർക്കും വൈകുന്നേരം വിശപ്പില്ല. ഒരു വീട്ടിൽ നീ എന്നെ വായിട്ടത് തൊട്ട് നോക്കിയത് ഇതിങ്ങനെ കാര്യങ്കല്ല് പോയി, എനിക്ക് വിശപ്പില്ല. അപ്പൊ കൈ മണത്ത് നോക്കണം, പൊറോട്ടയുടെയും ബീഫിന്റെയും മണം. ചിലക്ക് പുറത്തുനിന്ന് തിന്നാലാ ശരിയാവുള്ളൂ. ഇത് എന്തൊട്ട് തീറ്റാന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. 2 കൂടി വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുവരണം. എന്നിട്ട് അവരുടെ കൂടി ഇരുന്ന് കഴിക്കുകയെ. അപ്പൊ അതിന് ഹൃദ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒരുമിച്ച് ഒരു നേരമെങ്കിലും കഴിക്കണം. പത്തനംതിട്ടയിൽ നിന്ന് ആരാണുള്ള? പത്തനംതിട്ടയിൽ ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാൻ വന്നു. പത്തനംതിട്ടയിൽ ഇങ്ങനെ കുടുംബജീവിതത്തിന്റെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒരമ്മ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, നന്ദു ബ്രദറെ, പ്രസംഗമൊക്കെ ഇഷ്ടമായി, പക്ഷെ ആ ഒരു നേരം ഒരുമിച്ച് കഴിക്കണ കാര്യമില്ലേ, അത് നീ പറയരുത്. അത് പറ്റി ഞാനൊരിക്കലും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ നീ പറയുന്നത് ശരി. എൻ്റെ മോൻ ഒരുത്തിനെ ഇപ്പൊ കെട്ടിക്കൊണ്ടുവന്നുണ്ട്, അവരൊരുമിച്ചിരുന്നിട കഴിക്കുക. ഞാൻ പലപ്പോഴും ആ സ്ത്രീനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള വൃത്തികേട് ഈ വീട്ടിൽ ചെയ്യരുതെന്ന്. എങ്ങനെയുള്ള വൃത്തികേട്? ഈ മോനും മരുമകളും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പാടില്ല എന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, പഴയ കാലത്തെ ആളുകളാണ് സ്ത്രീ അടുക്കളയിലും ഭർത്താവ് ഡൈനിങ് ടേബിൾ. ഇപ്പൊ അങ്ങനെയല്ല, അപ്പൊ ഒരുമിച്ചിരുന്ന് കഴിക്കണേ. അപ്പൊ അമ്മ അങ്ങനെ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ശ്രദ്ധിക്കണല്ലേ എല്ലാവരും? അമ്മനോട് പറഞ്ഞു, ഒരുമിച്ചിരുന്ന് കഴിച്ചോട്ടടാ. ഞാൻ നോക്കുമ്പോ അവളുടെ കാലം അവന്റെ കാലായിട്ട് ഇങ്ങനെ പിരിച്ചു വെച്ചിരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിലേക്ക് നോക്കിയിട്ട് വേണ്ടത് കാണണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഡൈനിങ് ടേബിളിൽ കാലം ഇങ്ങനെ കൂട്ടിമുട്ടിച്ചു വെച്ചിട്ടുണ്ടോ? ഈ തള്ള ഡിക്റ്റേറ്റീവ് തള്ളയാ. കാല് പിരിച്ചു വെച്ചിരുന്ന് കഴിച്ചു കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു, അയ്യ അത് നോക്കാൻ പാടില്ല, അത് അവരുടെ സ്വകാര്യത നമുക്ക് കൈകെടുത്തരുത്, വിട്ടുകളാന്ന് പറഞ്ഞാൽ മാറി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സുന്ദരിയായ യുവതി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ തള്ള എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരാ വന്നേന്നുള്ളത്. ആരാ വന്നേണേ? മരുമോടെ വന്നേണേ. എന്നോട് പറഞ്ഞു, ആ തള്ള എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അവനത് പറയാൻ പറ്റില്ല, പലരും പറയില്ലേ. നന്ദ ബ്രദറെ അമ്മയാണ്, പക്ഷേ ഇടയ്ക്ക് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ വാതിക്ക് വന്ന് തൊട്ടു. ഞാൻ കഥക് പതുക്കെ തുറന്നു നോക്കാരാന്ന്. അപ്പൊ അമ്മ നൂണ്ട് വേഗം അകത്ത് കയറും. എൻ്റെ മുറം ഇവിടെ വെച്ചുണ്ടായി, എൻ്റെ ചൂലും കെട്ട് ഇവിടെ വെച്ചുണ്ടായി. ഈ ബെഡ്റൂമിന്റെ ഉള്ളിലെ കൊണ്ടുവയ്ക്കണേ. അന്നോടെങ്കിൽ ഞാൻ അമ്മമാരോട് പറയാറുണ്ട്, അമ്മമാരെ, നിങ്ങളുടെ ചൂലും കെട്ട് മുറം നിങ്ങളുടെ ഐറ്റംസ് ഒന്നും മക്കൾ വിവാഹം കഴിച്ച മുറിയിൽ വെക്കരുത്. ഒരു പഴമൊഴി പറയട്ടെ, പൊന്നൊരുക്കുന്നിടത്ത് ബാക്കി പറ. നിങ്ങൾ നല്ല ആൾക്കാരുള്ളത് എനിക്കറിയാലോ. അവരവരെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്ക്. എല്ലാവരും ഇവിടെ ഇല്ലേ? ഉണ്ടായാൽ മതി.
അവര് ജീവിക്കട്ടെ സന്തോഷമായിട്ട്. ബൈക്കിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും. ഞാൻ മനസ്സിൽ പറയും, ഇങ്ങനെയാണ് ഇവർ അവസാനം വരെ ജീവിക്കട്ടെ. ചില അമ്മമാർ കാണുമ്പോൾ എത്ര നടത്തിക്കേണ്ടതൊക്കെ നമ്മളെ കല്യാണം കഴിച്ചവർ, അങ്ങനെ പറയരുത്. അവർ നന്നായിട്ട് ജീവിക്കട്ടെ, നല്ല വാക്കുകൾ പറയണം. നമ്മുടെ മക്കളല്ലേ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര നല്ല അല്ലേ, അവർ നന്നായിട്ട് ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, എന്ന് നിലനിൽക്കട്ടെ അവരുടെ സന്തോഷം. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കൊള്ളാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല എന്നോർത്ത് ഇനിയിപ്പോൾ സങ്കടപ്പെടരുത്, ദൈവമേ എൻ്റെ കാലം കഴിഞ്ഞു, അങ്ങനെ സങ്കടപ്പെടരുത്. വന്നത് വന്നു, പക്ഷെ ഇനിയും വരാതിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും വീട്ടിലുണ്ടാവും നല്ലതാണ്. കുടുംബ പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയിൽ ധൂപം വേണ്ട. ധൂപം കുർബാനയിൽ വീശിക്കൊള്ളൂ. ധൂപം എന്തിനു വേണ്ട? കുടുംബ പ്രാർത്ഥന വേണ്ട. ഇത് പറയാൻ കാരണം, ചില ആളുകൾ വീടിന്റെ മുൻവശത്തിരുന്ന് പുകവലിക്കണ കാണാം, അവിടെ പ്രാർത്ഥന കാണാം. ധാരാളം വീട്ടിലെ ആളുകളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഉറക്കമാണ്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പായിട്ടാൽ, പാട്ടുകാരൻ എന്നോട് ഒന്നും വിഷമം വിചാരിക്കരുത്, ആ പാട്ട് പാടിയോടുകൂടി ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി. ആ പായ വിരിച്ചാൽ മതി, ഒരു 100-150 കൂട്ടുപോയ വരും. പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയാൽ ഒരു കൂട്ടുപോയില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടോ? ഈ ചിരിയുടെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. എവിടുന്നാണാവോ കൂട്ടുവായുടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ മതി, കൂട്ടുവാ തെരുതെരെന്ന്. പ്രാർത്ഥനയുടെ പാറ്റേൺ മാറ്റിയാൽ മതി. എൻ്റെ വീട്ടിൽ നോക്കിയത്, എൻ്റെ വീട്ടിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ യേശു നല്ലവൻ അവൻ വല്ലഭൻ കൈയടിച്ചാ പാടണേ. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി ആൾക്കാർക്ക് അറിയാവുന്ന അവിടെ പ്രാർത്ഥന തുടങ്ങി എല്ലാം കൈയടിച്ച് ആരാധിക്കുന്ന പാട്ടുകളൊക്കെ പാടുള്ളൂ. ഒരൊറ്റ ആൾ ഒരു കോട്ടുവാ പോലും വീട്ടിൽ കാണൂല. എല്ലാ ദിവസവും ഒരേ പാറ്റേണിൽ പ്രാർത്ഥിക്കലേ. എല്ലാ ദിവസവും കഞ്ഞിയും കടലയും, എല്ലാ ദിവസവും കടലയും കഞ്ഞിയും, കഞ്ഞിയും കടലയും, കടലയും കഞ്ഞിയും, കടലയും കഞ്ഞിയും. കുട്ടികൾ പറയും, അമ്മയ്ക്ക് വേറൊന്നും അറിയില്ല ഉണ്ടാക്കാൻ, എന്നും കഞ്ഞിയും കടലയും, കഞ്ഞിയും കടലയും. പ്രാർത്ഥന മാറ്റ്, വേറെ വേറെ രീതിയിലാക്കി മാറ്റി. എത്ര രസമായിട്ട് പ്രാർത്ഥിക്കാം, വേറെ വേറെ രീതിയിലാക്കണം. ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴേ ഈ ചെറുപ്പക്കാരെ, ഈ ആൺകുട്ടിയെ പോലെയുള്ള, മോൻ്റെ പേര് പറഞ്ഞേ, ഏബൽ, ഏബലിനെ പോലുള്ള ചെറുപ്പക്കാരെ കാണാം. അവരൊക്കെ ആ ഗ്രൗണ്ടിലൊക്കെ പള്ളിമുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കളി കഴിഞ്ഞിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ പള്ളിയുടെ അകത്ത് കയറൂല കേട്ടോ, പള്ളിയുടെ ആ വലിയ ആരവാതിൽ അല്ലേ, ആരവാതിലിൻ്റെ അവിടെ നിന്ന് ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിട്ട് പല കുട്ടികളും വേർത്തൊലിച്ചിട്ട്, നാളെ എക്സാം ഉണ്ടോ കർത്താവേ, കട്ടക്ക് നിൽക്കണം, അത് പ്രാർത്ഥനയാണ് സത്യം. അതാണ് പ്രാർത്ഥന. അവന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞില്ലേ, നാളെ എക്സാം ഉണ്ടോ കർത്താവേ, എന്നെ സഹായിക്കണം, ഒരു ഫ്ലൈങ് കിസ് കൊടുത്തു. അത് പ്രാർത്ഥനയാണ്. അത് തന്നെയാ പ്രാർത്ഥന. ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് പ്രാർത്ഥന. ഇങ്ങനെ കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ചു നോക്കിയാൽ, എടാ നീ പഠിക്കാൻ പോകാറുണ്ടെങ്കിൽ യേശോടൊന്ന് പറഞ്ഞിട്ട് പോയി, യേശോയെ ഞാൻ ക്ലാസ്സിൽ പോകാൻ കേട്ടോ, എനിക്ക് ആ മാത്സ് ഒന്നും തലയിൽ കയറില്ല, നീ എന്നെ സഹായിക്കണം കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം, ഞാൻ പോകണ്ടേ, ബൈ ബൈ. ഇത് പ്രാർത്ഥനയാണ്. 5ാം ക്ലാസ്സുകാരൻ പള്ളിയിൽ നിന്ന് കുരിശ് വരയ്ക്കുന്നുണ്ട്. ഞാൻ അന്തം വിട്ടു. നീളത്തിനൊരു വര, 2-3 ചെറിയ വരകൾ. അപ്പൊ അവനോട് ചോദിച്ചു, എന്ത് കുരിശാണത്? ഇതാണ് ഷോർട്ട് കട്ട് ക്രോസ്. ഒക്കെ തട്ടിപ്പുകളാ. ഇതിനേക്കാൾ മെച്ചാൽ മറ്റേ പുറകിൽ നിന്നവൻ തന്നെയാ. എവിടെ? അനുവാദലിന്റെ അവിടെ നിന്ന് സംസാരിച്ചവൻ. വർത്താനം പറഞ്ഞു നിങ്ങൾ യേശുവോട്. പുരുഷന്മാര് പറയും പ്രാർത്ഥിക്കാൻ മടിയാ, പ്രാർത്ഥിക്കാറില്ല. വർത്താനം പറയാൻ അറിഞ്ഞൂടെ? കാർ ഓടിച്ചു പോകുമ്പോ പ്രാർത്ഥിച്ചു പോയി വർത്താനം കണ്ണടച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന കേട്ടോ. അപ്പോ കാറൊക്കെ ഓടിക്കുമ്പോഴൊക്കെ വർത്താനം പറയാ, ദൈവത്തോട് സംസാരിക്കുക. ആ സംസാരിക്കലാണ് ശരിക്കും പ്രാർത്ഥന. ഒരു കൊച്ചു പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിലുണ്ടാവണം. ഈശോയോട് സംസാരിക്കണം, ഈശോയോട് വർത്താനം പറയണം. ആ രീതിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യിച്ചു നോക്കിയാൽ ആളുകൾ ശരിക്കും ദൈവത്തിലേക്ക് മനസ്സുയരും. അല്ലാത്തവന്റെ മനസ്സുയരില്ല. അപ്പൊ ഇന്ന് തന്നെ കുർബാനയിൽ 2 വേദഭാഗം വായിച്ചു. എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്നത്തെ ലേഖന ഭാഗം ഏതാന്ന്? കൈ ഉയർത്തി കാണിച്ച്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? 1, 2, 3, 4. വേണ്ട, 4 പേർക്ക് ആ ലേഖന ഭാഗം ഓർമ്മയുള്ളൂ. 4 ആൾക്ക് 80 പേര് വന്നിട്ട് 4 ആൾ ഓർക്കണുള്ളൂ. എന്ത് സ്പീഡായിട്ട് ആള് വായിച്ചെന്ന് അറിയോ? നമുക്ക് ഭയങ്കര ഓർമ്മക്കുറവാ. അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോ ഇത്തിരി ബ്രഹ്മി കഴിച്ചിട്ട് പോവാ. ബ്രഹ്മി എന്താണ്? എന്തിനാണ്? ഓർമ്മയുണ്ടാവും. ഇന്ന് വായിച്ച സുവിശേഷം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കൈ ഉയർത്താമോ? സുവിശേഷം 5 പേരെ 6 പേരെ. എന്ത് മനസ്സിൽ തങ്ങി നിൽക്കാത്ത? ശ്രദ്ധിക്കുന്നില്ല.
നമ്മളൊരാൾ തെറി പറഞ്ഞാൽ നമ്മൾ മറക്കോ? ഞാൻ ഡിവോ എൻ്റെ ഇവിടെ നിൽക്കായിരുന്നു കുറേ കൊല്ലം മുമ്പ്. അന്ന് ആ ഫ്ലൈ ഓവർ ഒന്നും ഇല്ല. അവിടെ നിൽക്കുമ്പോൾ ഒരു സൗകര്യൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നന്ദു ബ്രദർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. പിന്നെ തെറിയാണ്. തെറി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തെറികൾ. ഞാനിവിടെ വേർത്ത് പോയി. അതൊന്നും അധികം പ്രായമില്ലാത്തൊരു സ്ത്രീയാ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. മനസ്സിലാക്കി തരാടാ. പിന്നെയും തെറി. ഞാൻ വലത്തോട്ട് തിരിഞ്ഞു നോക്കി, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കണ പീറ്ററേട്ടൻ എന്നെ കണ്ട് പറഞ്ഞു, വാട്ടാ വിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിക്കാരിക്ക് പ്രാന്താന്ന് പറഞ്ഞു. പുള്ളിക്കാരി എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നെ തെറിയ തന്നെ. ഞാൻ പെട്ടെന്നൊരു ബസ് വന്നു. എങ്ങും എനിക്ക് പോകണ്ട, ഞാൻ ബസ്സിൽ ചാടി കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ചാലക്കുടിയിൽ ഇറങ്ങി. അവിടെ നീലിമ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ഞാൻ അവിടെ ഇരുന്നു, ചേട്ടൻ ഒരു ചായ തരാൻ പറഞ്ഞു. ചായ ഗ്ലാസ് പിടിച്ചിട്ട് ചായ ഗ്ലാസ് വിറക്കണിട്ട് അയാൾ എന്നെ നോക്കാം. എന്ത് പറ്റി സാറേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീനെ പിന്നെയും ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് വെറുപ്പ് തോന്നാറില്ല കേട്ടോ. വെറുപ്പ് തോന്നാതിരുന്നതിന്റെ കാരണം എന്റെ പുണ്യൊന്നുമല്ല. ആ പീറ്ററേട്ടൻ പറഞ്ഞ വാക്കാ. ഏതാ വാക്ക്? വാട്ടാ വീട്ടോ. എത്ര കാലം മുമ്പാ തെറി പറഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. പക്ഷെ ഇന്ന് വായിച്ച സുവിശേഷം എന്ത് നിൽക്കാത്ത? തെറി നിൽക്കണ്ടല്ലോ നന്നായിട്ട്. നല്ല കാര്യങ്ങളൊന്നും പറ നിക്കില്ല. ശ്രദ്ധിക്കാത്ത കൊണ്ടാ. ശ്രദ്ധയും ഓർമ്മയും തമ്മിൽ നല്ല ബന്ധാ. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് പതിയും. ബോബി ജോസ് അച്ഛൻ അറിയില്ലേ? ബോബി ജോസ് അച്ഛൻ അല്ലേ? വലിയ താടി മീശൊക്കെ ആയിട്ടുള്ള അച്ഛൻ. എന്താ അദ്ദേഹത്തിന്റെ വീട്ടുപേര്? ബോബി ജോസ്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു വന്നത് അത് തന്നെ. ഒക്കെ മറന്നു അതൊക്കെ. ബോബി ജോസ്. ധാരാളം പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കും ഒരാള്. അല്ല, ആളോട് ഒരാളുടെ മുഖം ഇങ്ങനെ പൊള്ളിയിരിക്കുന്നു. അപ്പൊ ആ പൊള്ളലേറ്റ ആളോട് ചോദിച്ചു, നിങ്ങളുടെ കവളിൽ എന്ത് പറ്റി? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഷർട്ട് അയൺ ചെയ്യായിരുന്നു, പെട്ടെന്ന് ആരും ഫോൺ ചെയ്തു. ഫോണോ വിചാരിച്ച് അയൺ ബോക്സ് എടുത്ത് വെച്ചു, മോന്ത പൊള്ളിപ്പോയി. അയ്യോ, അപ്പൊ ഇപ്പുറത്തെ സൈഡ് പൊള്ളിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പൊ അച്ഛന്റെ പുസ്തകത്തിൽ എഴുതി അതേ വാക്കും ഞാൻ പറയാ. അപ്പൊ അയാൾ പറഞ്ഞു, ആ തെണ്ടി പിന്നെയും വിളിച്ചു വെച്ചാൽ. അപ്പൊ എന്ത് പറ്റി? അയൺ ബോക്സ് എടുത്ത് ഇപ്പുറത്ത് വെച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അത് അച്ഛൻ പറയുന്നില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പൊള്ളലേറ്റ പാടുകൾ പോലെ ദൈവത്തിന്റെ വചനം അകത്ത് പ്രവേശിക്കണം. പൊള്ളലേറ്റ പാട് പോലെ നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങളൊക്കെ അകത്ത് കിടക്കണം. പൊള്ളലേറ്റ പാട് പെട്ടെന്ന് പോവത്തില്ല. ഇതുപോലെ ദൈവത്തിന്റെ വചനം ഉള്ളിൽ കിടക്കണം. ഇന്ന് എത്ര രസമായിട്ട് അച്ഛൻ കുർബാനയിൽ പറഞ്ഞു, നല്ല കള്ളന്റെ കാര്യം നീ ഇന്ന് എന്നോട് കൂടെ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പിന്നെ കൊരിന്ത്യ ലേഖനം 1:2 എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യഹൃദയങ്ങൾ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എന്നാൽ ആത്മാവ് മുഖേന ദൈവം അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ 2 ആശയങ്ങളാണ് പറയുന്നത്. എന്ത് സുന്ദരാന്നോ! രണ്ടും സ്വർഗമായിട്ട് ബന്ധപ്പെട്ടതാ. നല്ല കള്ളന്റെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഒരു കാര്യം. ശരിയാ, നല്ല കള്ളൻ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടെ, നമുക്കും ചാവാൻ നേരത്ത് ഇങ്ങനെ പറയാം. ദൈവമറിയപ്പോൾ എല്ലാം കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, നമ്മളെ കൊണ്ടുപോക്കോളും. അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട. ചിലര് തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ അവസാനം നമ്മളിങ്ങനെ എല്ലാ പാപം ചെയ്തിട്ട് അവസാനം എല്ലാം കൂടി ഓർക്കണം കേട്ടോ, സോറി കർത്താവേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. എന്താ നടന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിക്കോ. ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ ഉണ്ടോ? ശ്രദ്ധയില്ലാത്തവര് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധയുള്ളവര് പറഞ്ഞേ ഹല്ലേലൂയ. പണി വാളിപ്പം മനസ്സിലായ ആളുകൾക്ക് അത് തന്നെ. കേട്ടോ. നല്ല കള്ളത്തെ കാര്യം പറയാൻ ഞാൻ യേശുവിനെ കുരിശിൽ തറച്ചത് ശ്രദ്ധിക്കണം. യേശുവിനെ കുരിശിൽ തറച്ചത് രാവിലെ 9 മണിക്കാണ്. വേദപുസ്തകത്തിൽ തെളിയിക്കാൻ സംശയമുള്ളവർക്ക് രാവിലെ 9 മണിക്ക് യേശുവിനെ കുരിശിൽ തറച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. രാവിലെ 9 മണിക്ക് കുരിശിൽ തറച്ചു. യേശു 3 മണിക്കാണ് മരിച്ചത്. അപ്പോൾ 9 മുതൽ 10, 11, 12, 1, 2, 3 എത്ര മണിക്കൂർ കുരിശിൽ കിടന്നു? 6 മണിക്കൂർ കുരിശിൽ കിടന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ വലതുവശത്തും ഇടതുവശത്തും കള്ളന്മാർ കിടപ്പുണ്ട്. ആദ്യത്തെ 3 മണിക്കൂറിൽ സംഭവിച്ചത് ഈ 2 കള്ളന്മാരും യേശുവിനെ ചീത്ത പറഞ്ഞു. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. ആദ്യത്തെ 3 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 10, 11, 12 ആദ്യത്തെ 3 മണിക്കൂറിൽ. ഈ രണ്ടാമത്തെ 3 മണിക്കൂർ വന്നപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ പ്രകൃതിയിൽ മാറ്റം നടന്നു. എന്ത് പറ്റി? മരിച്ച വീട്ടിൽ കരികൊടി കെട്ടും എന്നതുപോലെ നട്ടുച്ചയ്ക്ക് സൂര്യാസ്തമിച്ചു പോയി. സൂര്യാസ്തമിച്ചു, എല്ലാവരും ഇരുട്ട് വ്യാപിച്ചു. മനസ്സിലാവുണ്ടോ? യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളന് മനസ്സിലായി, ഈ കിടക്കുന്ന ആള്
സാധാരണക്കാരനല്ല. സാധാരണ ഒരാളെ കുരിശി തറച്ചാൽ ഭ്രാന്ത് വരും, തെറി വിളിക്കും, ശാപവാക്കുകൾ വിളിക്കും. റോമാക്കാരുടെ ശിക്ഷാരീതിയായിരുന്നു അത്. സ്പാർട്ടാക്കസ് എന്ന് പറഞ്ഞ ചില സിനിമകളൊക്കെ ഉണ്ട്. സ്പാർട്ടാക്കസ് എന്ന് പറഞ്ഞാൽ അടിമകളുടെ മോചനത്തിന് വേണ്ടി ഒരടിമ തന്നെ പുറത്തിറങ്ങി പോരാടിയതാണ് സ്പാർട്ടാക്കസ് എന്ന് പറഞ്ഞു നോക്കി. ആ പേര് പറഞ്ഞു നോക്കി, സ്പാർട്ടാക്കസ്. സ്പാർട്ടാക്കസിനെ എങ്ങനെയാന്ന് കൊല്ലുന്നത്? അടിമകളെല്ലാവരും പിടിച്ച് റോമിൽ മരത്തിൽ കെട്ടിയിട്ടൊരു വലിയ ആണി വയറ്റത്ത് അടിച്ചങ്ങോട്ട് കയറ്റും. മരത്തിൽ ഇങ്ങനെ അവരടിച്ചു കയറ്റി കൊല്ലായിരുന്നു. അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണെന്ന് അറിയാമോ? കുട്ടികൾ പറയണം. എബ്രഹാം ലിങ്കൻ. എന്തെങ്ങനെ നിർത്തി? എന്താ കാരണം? എന്താണ് അദ്ദേഹത്തിന് പ്രചോദനം തോന്നിയത്? അത് കോളേജിൽ പഠിപ്പിക്കില്ല. പ്രചോദനം തോന്നി ഏതാണോ? ബൈബിളിൽ ഒരു പുസ്തകം വായിച്ചാണ്. ഫിലമോന്റെ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനം ഉണ്ട് ബൈബിളിൽ. വായിച്ചിട്ടോ? ഫിലമോന്റെ ലേഖനം. വെറും 25 വാക്യങ്ങളുള്ള പുതിയ നിയമത്തിലെ പുസ്തകമാണ് ഫിലമോന്റെ ലേഖനം. വെറും 25 വാക്യങ്ങളുള്ളൂ. ആ ഫിലമോന്റെ ലേഖനത്തിൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമുള്ളവൻ എന്നാണ്. ഒനേസിമോസിന്റെ വീട്ടിലെ പിന്നെ ഫിലമോന്റെ വീട്ടിൽ അടിമയായിരുന്നു ഒനേസിമോസ്. ഒനേസിമോസ് ചാടിപ്പോയി. ഫിലമോന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി. ആരുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി? ഉച്ച സമയത്തൊക്കെ പറഞ്ഞാൽ കുഴപ്പമാവും അല്ലേ? ഫിലമോന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി. ഒനേസിമോസിനെ ആർക്ക് കിട്ടിയെന്ന് അറിയുമോ? അപ്പോസ്തലനായ പൗലോസിനെ ജയിലിൽ കൊണ്ടിട്ടേക്കാം, റോമിലെ ജയിലില്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടു തടങ്കലാണ്, അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അവിടെ ചെന്നുപെട്ടു. ആര്? ഒനേസിമോസ് ചെന്നുപെട്ടു. ഒനേസിമോസിനെ ദൈവവചനം പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി പൗലോസ് അപ്പോസ്തലൻ. എന്നിട്ട് ഒനേസിമോസ് നിന്ന് വീടില്ലേ ഫിലമോൻ, ആ വീട്ടുകാർക്കൊരു എഴുത്തെഴുതി. അല്ലയോ ഫിലമോൻ, നിന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്ന അടിമ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അവനെ ഞാൻ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഇനി അടിമയായി കാണരുത്. ക്രിസ്തുവിൽ ഒരു മകനായി അവനെ സ്വീകരിക്കൂ. അവനെന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെലവിൽ എഴുതിക്കോളാൻ പറഞ്ഞു. ആ ലേഖനം വായിച്ചിട്ടാണ് അടിമ സമ്പ്രദായം ആര് നിർത്തലാക്കിയേ? നമ്മുടെ കയ്യിലുണ്ട് ആ പുസ്തകം. ഏത് പുസ്തകം? ബൈബിൾ. തൊടില്ല, പക്ഷെ ഞങ്ങൾ മുത്തും നക്കും മണക്കും കെട്ടിപ്പിടിക്കും. കൊന്തയുടെ കുരിശൊക്കെ തിന്നു തീർന്നു ചില അമ്മമാരുടെ. ദൂരം പ്ലാസ്റ്റിക്കാന്നുള്ളിൽ പോയണേ, വേദം വായിക്കൂല. അവരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെ. അപ്പൊ ഈ ക്ലാസ്സിനോട് കൂടെ അതിനൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഇത്രയ്ക്ക് നന്മയുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോകാമോ? അപ്പൊ എവിടെന്നാ നമ്മളിങ്ങനെ ഡിബേറ്റ് ചെയ്ത് വന്നേ? കുടുംബജീവിതത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എവിടെന്നാ നമ്മൾ കയറി വന്ന എവിടേക്ക്? പ്രാർത്ഥന അല്ലേ? കുർബാനയിലെ വചനങ്ങളൊന്നും മനസ്സിൽ പതിയണില്ല എന്ന്. ഈ പറയുന്ന വാക്കുകളൊക്കെ ദൈവത്തിന്റെ വചനം മനസ്സിൽ ഇങ്ങനെ കിടക്കണം. അങ്ങനെ മനസ്സിൽ കിടന്നാൽ അവർ രക്ഷപ്പെടും. മനസ്സിൽ ദൈവവചനം പ്രവേശിക്കാതെ ആരും രക്ഷപ്പെടുന്നില്ല. അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? നമുക്ക് കിട്ടിയ ആളെ മറന്നോ? അടിച്ച് അല്ലേ കുറവോടുകൂടെ സ്വീകരിക്കണം. ഗ്രീക്ക് പുരാണത്തിൽ പ്രൊക്രാസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഒരു അക്ഷസനാണ്. അയാളുടെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയുമോ? ആരെങ്കിലും വീടിന്റെ മുമ്പിൽ കൂടെ പോയ വന്നേ 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 എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറയും. വീട്ടിലേക്ക് വിളിച്ചു കയറ്റി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. എന്നിട്ടോ അതിഥിക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസൻ പറയും, എൻ്റെ കട്ടിലൊന്ന് കിടന്നോളൂ കേട്ടോ, ഉറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറയും. അയാൾ ഉറക്കം പിടിച്ചു എന്ന് കണ്ടാൽ അപ്പൊ തന്നെ രാക്ഷസരയിൽ ഒരു മുഴക്കോലുണ്ട്. ആ മുഴക്കോലെടുത്ത് അളന്ന് നോക്കും. ആരളന്ന് നോക്കും? ഈ കിടക്കുന്ന ആളെ. ഈ കിടക്കുന്ന ആൾക്ക് കാല് അല്പം നീണ്ടു നിൽക്കുകയാണെങ്കിൽ രാക്ഷസന് സഹിക്കില്ല. കാല് വാളെടുത്തുണ്ടെന്ന് അങ്ങോട്ട് മുറിച്ച് കളയും. ആരുടെ കാല്? ഈ അതിഥിയുടെ കാല്. കാലിന് നീളം കുറവാണെങ്കിലോ കയറ് കെട്ടി വലിച്ച് കട്ടിലിന്റെ നീളാക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടാവരുത്. ഭാര്യ ചിന്തിക്കരുത്, എൻ്റെ ഭർത്താവിനെ കുടിക്കാത്ത, വലിക്കാത്ത, പിടിക്കാത്ത, ഒരു ദുസ്വഭാവമില്ലാത്ത ആളാക്കി ഞാൻ മാറ്റും. വാളം കൊണ്ട് നടക്കാം. മനസ്സിലാവണ്ടോ? ഇയാളെ ധ്യാനം കൂട്ടിച്ച് ഇയാളെ ഞാൻ പുണ്യാളനാക്കി കഴിഞ്ഞാൽ മാറിയുടെ പേര് പട്ടിക്ക് കിട്ടോ എന്ന് പറഞ്ഞു നടക്കും. ഭർത്താവ് പറയണം ഭാര്യയെ നോക്കി, പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാക്കി ഞാൻ അവളെ മാറ്റും. ഒരു കറിയും നടക്കൂല. നിങ്ങളാ വാളും പരിചയം കൊണ്ട് പള്ളി പോവാ, എന്നിട്ട് ആൾത്താരയിൽ വെച്ച് മറ്റേ പാട്ട് പാടാ. ഏത്? സർവവും സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ. ഇത് തന്നെ വിജയിക്കാൻ വഴിയുള്ളൂ. നമുക്ക് ആരെയും നന്നാക്കാൻ പറഞ്ഞോ പറ്റൂല. പല ഭാര്യമാരും ഭർത്താവിനെ നന്നാക്കി നന്നാക്കി തളർന്നു. പല ഭർത്താക്കന്മാരും പറട്ടെ നന്നാക്കി നന്നാക്കി തളർന്നു. ഇന്ന് വെച്ച് ഈ ബോട്ടിൽ വെച്ച് അതങ്ങടെ അവസാനിപ്പിച്ചോ?
എൻ്റെ കർത്താവേ, ഇത് കൂട്ടിയാൽ കൂടുന്ന കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. നീ തന്ന മുതലിനെ, നീ തന്ന ജീവിത പങ്കാളിയെ, ഇനിയിപ്പോൾ ജീവിത പങ്കാളി എന്ന് പറയണം, അതിപ്പോൾ അധികം കാലമൊന്നുമില്ല. 54 കുട പിടിക്കാൻ 500 കൊടുത്ത് കുട പിടിക്കണേ പള്ളിയിൽ. ഞാൻ കണ്ടതാ, എൻ്റെ കണ്ണാലെ കണ്ടതാ. കുട പിടിക്കാൻ ആൾക്കാരില്ല, അതുകൊണ്ട് ബംഗാളികൾ കൊണ്ടുവന്നേക്ക് 500 രൂപ കുട പിടിക്കാൻ. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തോ, പറഞ്ഞത് ഇവയെ കല്ലിലെഴുതി വാക്ക് പോലെ ആയാലോ, ബംഗാളികളാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോണേ എന്ന് പറയേണ്ട ഗതികേടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിത പങ്കാളി എന്ന് പറയേണ്ടി വരില്ല. പറഞ്ഞോ, ജീവിത പങ്കാളി, അത് വിദൂരത്തല്ല. അപ്പോ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം സ്വായത്തമാക്കണമെങ്കിൽ ഞാൻ ക്രമാനുഗതമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1, കിട്ടിയ ആളെ കുറവോടുകൂടെ സ്വീകരിക്കണം. 2, എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന്, പിന്നെ ഒരു കുഞ്ഞ് പ്രാർത്ഥനയെങ്കിലും വീട്ടിലുണ്ടാവണം കേട്ടോ. ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും വീട്ടിലുണ്ടാവണം. ഇത് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ റാഫേലേട്ട സമ്മാനം തരും. എല്ലാ ഭാരങ്ങളും നമുക്ക് ഡേവിസനെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. ചോദ്യം ചോദിക്കട്ടെ, കുടുംബജീവിതത്തിന്റെ മാതൃക ആരാണ്? എന്താണ് കുടുംബജീവിതത്തിന്റെ മാതൃക? ഇപ്പൊ നേഴ്സുമാർക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു ലേഡി ഉണ്ടല്ലോ, ആരാ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതുപോലെ കുടുംബജീവിതത്തിന്റെ മാതൃക ആരാ? പിതാവും മാതാവും. ഉത്തരം തെറ്റ. എല്ലാവരും അത് പറഞ്ഞോണ്ടിരിക്കണേ. കൊച്ചു ത്രേസ്യയുടെ, അതും തെറ്റ. പുസ്തകം വായിക്കേണ്ട, ഈ പുസ്തകം വായിക്കേണ്ട. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവെ നീ ഭാര്യയെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ. ആരാ കുടുംബജീവിതത്തിന്റെ മാതൃക? പറ. ക്രിസ്തുവാണ്. ഇപ്പൊ തിരുക്കുടുംബം എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം.